എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച നിഫ്റ്റി 50യുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ശരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിഫ്റ്റി ചെറിയ ഒരു പരിധിക്കുള്ളിലാണ് ഇന്ന് ട്രേഡായത്. നിഫ്റ്റി മാത്രമല്ല, മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ ചെറിയ ഒരു പരിധിക്കുള്ളിൽ. നിഫ്റ്റി എല്ലാം പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിനകത്താണ് ഇന്ന് ട്രേഡായിട്ടുള്ളത്. കേവലം ഒരു 30-40 പോയിൻറ്റിനകത്താണ് ഇന്ന് ട്രേഡായിക്കൊണ്ടിരുന്നത്. രാവിലെ ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയെങ്കിലും പിന്നീട് ഒരു സൈഡ് വേ മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്ന്. ട്രേഡിങ്ങിൻ്റെ ലാസ്റ്റ് ടൈമിൽ കേവലം 20 പോയിൻറ്റ് നെഗറ്റീവിലൊരു ഫ്ലാറ്റ് ക്ലോസിങ്ങാണ് നടത്തിയിരിക്കുന്നത്. തുടർച്ചയായ, അതായത് 8 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിന് ശേഷം വീണ്ടും തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ മാർക്കറ്റ് ഒരു തിരിച്ചു വരവിലേക്ക് സൂചിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഒരു മടി ഉള്ളതുപോലെ തന്നെയാണ്. അതേസമയം ഡോളറിനെതിരെ നമ്മുടെ രൂപ ഇന്ന് 33 പൈസയുടെ മൂല്യം കൂട്ടിയിട്ടുണ്ട്. 86.65 എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇന്ന് നമ്മുടെ രൂപ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 86.88 എന്ന നിലയിലേക്ക് ഇന്ന് രൂപ തുടക്കത്തിൽ ട്രേഡിംഗ് ആരംഭിച്ചത്. പക്ഷേ പിന്നീട് 86.65 തിരിച്ച് ഇറങ്ങുകയായിരുന്നു. അതേസമയം രൂപയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്നായ ക്രൂഡ് ഓയിലിൻ്റെ, അതായത് അസംസ്കൃത എണ്ണവില ഉയർന്നിട്ടുണ്ട്. ബ്രെൻഡ് ഓയിൽ 0.04% ഉയർന്ന് നമ്മുടെ രാജ്യം മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെൻഡ് ക്രൂഡിൻ്റെ വില ഇന്ന് ബാരലിന് 76.07 രൂപയായി മാറി. ഡോളറായിട്ടുണ്ട്. ഇന്ന് സെൻസെക്സ് 203 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 476 പോയിൻറ്റ് വരെ ഇടിഞ്ഞെങ്കിലും പിന്നീട് അല്പം തിരിച്ചു കയറുകയായിരുന്നു. നിഫ്റ്റി എന്തായാലും 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെ തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. HDFC ബാങ്ക്, മാരുതി, ടെക്കം, ടാറ്റ കൺസ്യൂമർ, HCL ടെക് എന്നിവ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ശ്രീറാം ഫിനാൻസ്, NTPC, M&M, ബെൽ, അദാനി പോർട്സ് എന്നിവ പോസിറ്റീവിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൾ ടൈം ഹൈയിൽ നിന്ന് നിഫ്റ്റി 50 ഏകദേശം 16% ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിലെ നിഫ്റ്റി ലെവൽ 22,932, അതായത് ബുധനാഴ്ച ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ 2025 ഡിസംബർ മാസത്തോടെ, അതായത് ഈ വർഷം അവസാനത്തോടു കൂടി നിഫ്റ്റി 50 23,784 എന്ന റേഞ്ചിലേക്ക് എത്തുമെന്നാണ്, അത്രയേ എത്തൂ എന്നാണ് ആഗോള ബ്രോക്കറേജായ നോമുറ കണക്കാക്കുന്നത്. ഇത് കലണ്ടർ വർഷത്തിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ കലണ്ടർ വർഷത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വെറും 3.7% നേട്ടം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നിഫ്റ്റി 50യിലുള്ള പ്രൈസ് ടു ഏണിംഗ് മൂല്യനിർണ്ണയം 2024 സെപ്റ്റംബറിൽ 21x3 എന്ന ഉയർന്ന ഏണിങ്സിൽ നിന്നും 19.0x എന്ന ഒരു വർഷത്തെ മുന്നോട്ടുള്ള വരുമാനത്തിലേക്ക് താഴ്ന്നുപോയി. എന്നിരുന്നാലും നോമുറ പറയുന്നത് ഡിസംബർ 2025 നിഫ്റ്റി 50 ടാർഗറ്റ് 23,784 ആയിരിക്കും എന്നാണ്. നോമുറയുടെ ഈ വീക്ഷണം വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു റാലി സ്റ്റോക്കുകളിലെല്ലാം ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. 2025 ഡിസംബറാണ് ഇപ്പോൾ, 2025 ഫെബ്രുവരി ആയിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇവർ ഏത് കണക്കിലാണ്, കണക്കുകളെല്ലാം കൃത്യമായി നടന്നോളണം എന്നില്ല. ഏതായിരുന്നാലും നമുക്ക് അത് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇന്നും അത് ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിഫ്റ്റി 50 ഇന്ന് നമ്മുടെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതേസമയം ബ്രേക്കൗട്ടും നടത്തിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും വളരെയധികം മന്ദഗതിയിൽ തന്നെയായിരുന്നു. ഈ ഒരു റേഞ്ചിനുള്ളിലാണ്, അതായത് നമ്മുടെ സപ്പോർട്ടിനും താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം അല്പം മുകളിലേക്ക് വന്ന് നമ്മുടെ സപ്പോർട്ട് ലെവൽ എടുത്തുകൊണ്ട് തന്നെ ട്രേഡാവുകയായിരുന്നു. കേവലം ചെറിയ പോയിൻറ്റിനകത്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ട്രേഡായിരിക്കുന്നത്. ഒരു 90-100 പോയിൻറ്റിനകത്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ട്രേഡായിരിക്കുന്നത്. നമുക്ക് അതിലും ഇന്നൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചില്ല. സെൻസെക്സിലേക്ക് വരുമ്പോൾ സെൻസെക്സിലും നമുക്ക് ഇന്നൊരു
ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതേസമയം സപ്പോർട്ട് ലൈൻ പോലും ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല. സെൻസെക്സും ഇന്ന് ചെറിയ ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് നടത്തിയത്. ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്ന്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെറിയ, അതായത് 200 പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഡിഫറൻ്റാണ്. അതും ഈ രാവിലെ ഓപ്പൺ ചെയ്ത് മുതൽക്കുള്ളത് പിടിക്കുമ്പോഴാണ് അങ്ങനെ. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെയാണ് വെക്കേണ്ടി വരിക. ഇവിടെ വെക്കുകയാണെങ്കിൽ വെറും 100 പോയിൻറ്റിനകത്താണ് ഇന്ന് സെൻസെക്സും ട്രേഡായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ആ ഭാഗം, അതായത് 20th ഫെബ്രുവരി ബ്ലാങ്കായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ഇത് 50 മിനിറ്റ്സ്, ഇത് 1 അവർ. ഓക്കെ, സെൻസെക്സിൽ മാറ്റം വരുത്തേണ്ടതില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ലൈന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട് ലൈന് അല്പം താഴേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്. 49,150 സപ്പോർട്ട് ലെവൽ. അതേസമയം റെസിസ്റ്റൻസ് ലെവലും നമുക്ക് അല്പം താഴത്തേക്ക് വയ്ക്കാവുന്നതാണ്. 49,630. ഓക്കെ, 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആ ലെവലുകൾ തന്നെ വാച്ച് ചെയ്താൽ മതിയാവും. ഇന്നലെ പറഞ്ഞ ലെവലുകൾ തന്നെ വാച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇന്നലെ പറഞ്ഞ ലെവലുകൾ തന്നെയാണ്. 23,050 റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ, 22,725 സപ്പോർട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ, ഇത് 1 അവറിൽ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യുക. അതിൽ ഇന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ളത് ബാങ്ക് നിഫ്റ്റി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.